ഇന്ന് നമുക്ക് അടിപൊളി രണ്ട് സെഡാൻ കാറുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒന്ന് ജാഗോറും ഒന്ന് ഔഡിയുടെ A6ഉം. ഇത് ജാഗോറിൽ തന്നെ XC എന്ന് പറയുന്ന വേരിയൻ്റാണ്. ഇതിനെ പരിചയപ്പെടുത്തി തുടങ്ങുമ്പോൾ ഇതിൻ്റെ ലോഗോ തന്നെ നമുക്ക് തുടങ്ങാം. ഈ വണ്ടിയെ ഇഷ്ടപ്പെടുന്നതിലേറെ ആളുകളെ വണ്ടിപ്രാന്തന്മാരൊക്കെ പ്രത്യേകിച്ചും ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ ലോഗോയാട്ടോ. ഈ ലോഗോകൾ കണ്ടോ, ഇതിന് ജാഗോറിന് മൊത്തത്തിൽ പറയുമ്പോൾ ഒരു കരിമ്പുലി നിൽക്കുന്ന ലുക്കിൽ തന്നെയാണ് ഇതിൻ്റെ ലോഗോനെ സൂചിപ്പിക്കുന്നത്. ഈ ലോഗോ അങ്ങനെ കൊടുക്കാനേ കുറേ അർത്ഥങ്ങളുണ്ട്. ഈ ലോഗോയെ ശരിക്കും സൂചിപ്പിക്കുന്നത് വേഗതയെ, ശക്തിയെ, ലക്ഷറിയെ, എലഗൻസിനൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ലോഗോ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. പഴയ കാലം മുതൽ ഈ കാലം വരെ ഈ വണ്ടിനെ പിടിച്ചു നിർത്താനുള്ള കാരണങ്ങളിൽ ഒന്ന് ചിലപ്പോൾ ഈ ലോഗോ തന്നെ കാരണം ഇപ്പോൾ സേഫ്റ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഈ ലോഗോ ഒഴിവാക്കിയിട്ടുണ്ട്. കുറച്ച് താഴ്ത്തിയാണ് വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലോഗോ കാണാനല്ല, കുറച്ച് മുന്നത്തെ വാഹനങ്ങളിലൊക്കെ നമുക്കിത് കാണാൻ കഴിയും. ഈ ഒരു വാഹനത്തിന് പ്രത്യേകത ഉണ്ട്. ഓൺലി 27,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള 2017 മോഡലിൽ വന്ന ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള ഒരു കിടിലൻ വാഹനമാണ്. ജാഗോർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക് നെഗറ്റീവ് ഉണ്ട്. അതെന്താണ് ഏതാണെന്നൊക്കെ പറയാം, എത്ര ആളുകളാണ് ഇത് എടുക്കേണ്ടതെന്നൊക്കെ പറയാം. പ്രത്യേകിച്ച് പ്രീമിയം കാറ്റഗറിയിലെ മെഴ്സിഡീസ് ബെൻസ്, BMW, ഔഡി എന്ന് പറഞ്ഞിട്ടാണ് പോവുക. പിന്നെയാണ് ജാഗോർക്കൊക്കെ വരല്. ഈ വണ്ടിക്ക് ഈ വണ്ടിൻ്റേതായിട്ടുള്ളൊരു മാസ് ലുക്കും കാര്യങ്ങളൊക്കെ തരുന്നൊരു വാഹനമാണ്. ഇന്ന് മാർക്കറ്റിൽ 27,000 കിലോമീറ്റർ ഓടിയ ജാഗോറിൽ XC ഉണ്ടോ ചോദിച്ചാൽ, അതും ഡീസൽ വേരിയൻറ്റിൽ ഉണ്ടോ ചോദിച്ചാൽ ചിലപ്പോൾ റെയർ ആയിക്കാരം. ഇപ്പോൾ സഫാരി കാർസിൽ സ്റ്റോക്ക് ഉണ്ട്. ഈ വണ്ടിൻ്റെ ഇൻറ്റീരിയറും ഇതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളും ഈ വണ്ടിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇതിനോടൊപ്പം അടുത്ത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഔഡി A6, അതായത് 2018 മോഡലിൽ വന്ന ഒറിജിനൽ കേരള രജിസ്ട്രേഷനിലുള്ള വെറും 69,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പിലുള്ളൊരു വണ്ടിയാണ്. രണ്ട് വാഹനം നല്ല ക്ലീൻ ആൻഡ് നീറ്റിലുള്ള വണ്ടികളാണ്. ഒരു സെഡാൻ ടൈപ്പിൽ, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ, ഒരു പ്രീമിയം കാറ്റഗറിക്ക് എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ പറ്റുന്ന വാഹനങ്ങളാട്ടോ. അതായത് ബെൻസ്, BMW, ഓഡി എന്ന് പറയുമ്പോൾ ഓഡിക്കും ജാഗോറിനൊക്കെ ആളുകൾ പറയുന്നൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഇച്ചിരി കൂടുതലാണെന്നാണ്. അത് യാഥാർത്ഥ്യത്തിൽ എന്തുകൊണ്ടാണ് ഏതുകൊണ്ടാണെന്നൊക്കെ നമുക്ക് പരിശോധിക്കാം. അതേപോലെ റീസെയിൽ മാർക്കറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ രണ്ട് വണ്ടി ഒരു ബെറ്റർ പ്രൈസിൽ വാങ്ങിക്കാൻ പറ്റും. ഈ ഒരു വണ്ടിയൊക്കെ ഉണ്ടല്ലോ, ഏകദേശം ഓൺ റോഡ് പ്രൈസ് 2018 55 ലക്ഷം രൂപ മുതൽ 65 ലക്ഷം രൂപേൻ്റെ ഇടയിലായിട്ട് അപ്രോക്സിമേറ്റ് നിങ്ങളൊരു 60 ലക്ഷം രൂപ കൂട്ടിക്കോളി. അത്രയും വില വന്നിരുന്ന ഈ ഒരു വാഹനം ഇപ്പോഴും ആ പുതിയ വാഹനത്തിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണോ അതേ രീതിയിലുള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് വെറും 29 ലക്ഷം രൂപക്ക് ഇന്ന് സഫാരി കാർസിൻ്റെ കൊച്ചി ഷോറൂമിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇതെല്ലാ വാറണ്ടി ഗ്യാരണ്ടി നമുക്ക് തരാൻ പറ്റും. നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് ഷോറൂമിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഷോറൂമിൽ ചെക്ക് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ട് എടുത്താൽ മതി. ഈ 29 ലക്ഷം രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഈ ഓഡി A6 വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് ഇത് ഡീസൽ വാഹനമാണ്. ഏകദേശം 15 കിലോമീറ്റർ മൈലേജ് എന്തായാലും ഈ ഒരു വാഹനത്തിന് കിട്ടും. പിന്നെ നിങ്ങൾ ഉപയോഗത്തിനനുസരിച്ചൊക്കെയാണ് മൈലേജ് കിട്ടുക. എന്തായാലും 15 കിലോമീറ്റർ ഡീസൽ എഞ്ചിനിൽ ഒരു പ്രീമിയം കാറ്റഗറിയിൽ മൈലേജ് കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു ബെറ്റർ ഓപ്ഷനാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് കാണിക്കാം. ചേട്ടാ കയറി, ഞാനും ചേട്ടന്മാരെ കാണിക്കാം അല്ലേ ചേട്ടാ. ഓഡി A6ൻ്റെ ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചാലോ നമുക്ക്? തീർച്ചയായിട്ടും. ചേട്ടൻ്റെ അടുത്താണ് ഇതിൻ്റെ കീഴിൽ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തുടങ്ങാം കേട്ടോ. കുറേ ആളുകൾക്ക് അറിയാം, നമ്മൾ ഒരുപാട് A6ൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണിച്ചതാണ്. എങ്കിലും ഒരു പ്രീമിയം ടച്ച് തരുന്ന കുറച്ച് വെറൈറ്റി ഓപ്ഷൻസൊക്കെ ഈ വാഹനത്തിനുണ്ട്. അതൊക്കെ ഒന്ന് കാണിക്കാം. ഇത് ഞങ്ങൾ ചെറിയൊരു വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്, ഇപ്പോൾ വലുതായി അല്ലേ. അതായത് ഇതിൻ്റെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ വരുന്നത് ഇവിടെ കേട്ടോ. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഒറ്റ പ്രസ് ചെയ്താൽ മതി. ഇതാണ്. ചില ആളുകളുണ്ട് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കും. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. ഞാനൊന്നും പാടെ കാണിക്കാം. ഈ വാഹനങ്ങളൊക്കെ എന്നും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇടുന്ന വാഹനം കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് വന്ന് ഒറ്റ പ്രസ്സിൽ സ്റ്റാർട്ടാക്കരുത്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് ഈ ബട്ടണിൽ പ്രസ് ചെയ്താൽ മീറ്ററൊക്കെ ഓണായി വരും. എന്നിട്ട് ഒന്ന് വണ്ടി റെഡി ആയതിനു ശേഷം വേണം നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ. പ്രസ് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, വണ്ടി സ്റ്റാർട്ടാവും. അല്ലാതെ പ്രസ് ചെയ്ത് പിടിക്കേണ്ട ആവശ്യം ഇല്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡിസ്പ്ലേ, സ്റ്റീരിയോ കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇല്ലല്ലോ. അതൊരു യുണീക്ക് ഫീച്ചറാണ്. അത് നമുക്ക് പുറത്തേക്ക് വന്നിട്ട് നോക്കാം. ഇതാണ്ടോ, വാ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല റേഡിയോൻ്റെ സോങ്ങൊക്കെ ഉണ്ട്. പിന്നെ ഓഡിൻ്റെ പ്രത്യേകിച്ച് A6ൻ്റെ മ്യൂസിക് സിസ്റ്റം അപാര ഫീലാണ്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ വന്ന് നോക്കിയിട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. മ്യൂസിക് സിസ്റ്റത്തിന് വേറെ കാര്യമുണ്ട്, ബോസിന്റെ സ്പീക്കേഴ്സ്. അതെ,
അതേപോലെ നിങ്ങൾ ഈ സ്റ്റീരിയോ വന്ന് വരവുണ്ടെങ്കിൽ ഇതേപോലെ ഉള്ളിക്കും പോകും. ഇതാണോ, ഇവിടെ ജസ്റ്റ് ബട്ടൺ ഉണ്ട്, ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ പോയി സൈലൻ്റ് ആയി അവിടെ നിന്നോളും, ഒരു ശല്യമല്ല. ഇനി ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഈ വണ്ടീൻ്റെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലറിയാൻ പറ്റും. ഇതുണ്ടോ, അത് അതിൻ്റെ കൺട്രോൾ ഇവിടെ വരുന്നത്. ഇതുണ്ടോ, ഇത് നമുക്ക് കാറിൽ പോയി കഴിഞ്ഞാൽ ഡൈനാമിക്, ഇത് നമുക്ക് ഉപയോഗിക്കേണ്ട മോഡുകളാണ്. ഓട്ടോ, കംഫേർട്ട്, ഡൈനാമിക്, ഈ മോഡിലൊക്കെ നമുക്ക് വണ്ടി ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ നോക്കാം, കാർ സിസ്റ്റം. ഇതുണ്ടോ, വെഹിക്കിൾ സെറ്റിങ്സ്, സർവീസ് ചെക്ക്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ടയർ പ്രഷർ എന്താ അവസ്ഥ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ഓയിൽ ലെവൽ. ഇതുണ്ടോ, ഇതെല്ലാ വണ്ടിയിലും ഉണ്ട്, BMW ഉണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ ക്ലിയറാണ് ഈ വണ്ടിയിൽ, മാക്സിമം ഉണ്ട്. അതേപോലെ സർവീസ് ഇൻ്റർവെല്ല്, എന്തെങ്കിലും സർവീസ് ഡ്യൂ ഉണ്ടോ അല്ലേ. നെക്സ്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്തേക്കണം. 10,200 കിലോമീറ്റർ ഓടിയിട്ട് ഓയിൽ വരെ മാറ്റിയാൽ മതി. നെക്സ്റ്റ് ഇൻസ്പെക്ഷൻ എന്നാ ചെയ്യേണ്ടത് എല്ലാം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. എയർ സസ്പെൻഷൻ്റെ അറിയാം, വൈപ്പർ ചേഞ്ച് പൊസിഷൻ, എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ചെക്ക് ചെയ്തിട്ട് തന്നെ നോക്കാൻ പറ്റും. അതേപോലെ ഈ വാഹനം എയർ സസ്പെൻഷൻ വരുന്ന വാഹനമാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ സംഭവമാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ റേസ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി ഹൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോവർക്കും. അപ്പോൾ ഈ Audi A6 എടുക്കുമ്പോൾ മെയിൻ്റനൻസ് കൂടുതൽ എന്ന് പറയാൻ കാരണം ഈ ഒരു സംഭവമാണ്. ഞാൻ പ്രത്യേകം പറഞ്ഞുതരാം, കാരണം Audi A6 ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പറ്റീറ്റർ മെഴ്സിഡീസിൽ വരുന്നത് ഈ ക്ലാസും BMW വരുന്നത് 5 സീരീസും അല്ലേ, ഇതിൻ്റെ കോമ്പറ്റീറ്റർ. പക്ഷേ ഈ ക്ലാസ്സിലാണെങ്കിലും 5 സീരീസിലാണെങ്കിലും എയർ സസ്പെൻഷൻ ഇല്ല. അപ്പോൾ ഇതിന് നോർമൽ സർവീസിലാറെ എപ്പോഴും എയർ സസ്പെൻഷന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും. നമ്മൾ ഉപയോഗിക്കുന്ന രീതിക്കനുസരിച്ച് അല്ലെങ്കിൽ ഒരുപാട് കാലം നിർത്തിയിട്ടാലൊക്കെ കംപ്ലൈൻറ്റ് വരുന്നൊരു സാധനമാണ് ഈ എയർ സസ്പെൻഷൻ. റോഡിൻ്റെ കണ്ടീഷനും അതിനെ ബാധിക്കും. അതുകൊണ്ടൊക്കെയാണ് ഇതിന് മെയിൻ്റനൻസ് കൂടുതലെന്ന് പറയുന്നത്. പക്ഷേ ഈ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന കംഫർട്ട്, യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന കംഫർട്ട് അത് വേറെ തന്നെയാണ്. ഈ എയർ സസ്പെൻഷൻ കമ്പനി കൊടുക്കുന്നത് കൊണ്ട് തന്നെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും ഗട്ടർ ചാടുമ്പോഴൊക്കെ അതിൻ്റെ ഫീല് വേറെ കിട്ടും. അതുകൊണ്ട് ആണ് മെയിൻ്റനൻസ് കൂടുന്നതും. പിന്നെ മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് യാത്രാ കംഫർട്ടാണ് അല്ലേ. BMW എന്ന് പറയുന്നത് ഡ്രൈവിംഗ് കാറാണ്. ശരിക്കും ഓടി പറയുന്നത് രണ്ടും ഞങ്ങൾ തരാമെന്നാണ്. അത് A6 A4 ചിലപ്പോൾ ഞാൻ പറയില്ല. A4 ബാക്കിലൊക്കെ യാത്ര ചെയ്യാൻ കംഫർട്ട് കമ്മിയുണ്ട്. പക്ഷേ A6 ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനും യാത്രാ കംഫർട്ടും ഉള്ളൊരു വാഹനമാണ് A6. അപ്പോൾ ഇത്രയും ഫീച്ചറുകളൊക്കെ വരുന്നുണ്ട്. സൺറൂഫ് വരുന്നുണ്ട്, ഒട്ടനവധി സേഫ്റ്റി ഫീച്ചറുകൾ, കാര്യങ്ങൾ, ഇതൊന്നും ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ നോക്കിക്കോളി, ക്ലീൻ ആൻഡ് നീറ്റിലാണുള്ളത്. അതായത് 2018 മോഡലിൻ്റെ ഇൻറ്റീരിയർ ക്വാളിറ്റിയാണ് നിങ്ങൾ കാണുന്നത്. അതേപോലെ ബ്ലാക്ക് കളറിലാണ് ഈ വാഹനം അല്ലേ, എടുത്ത് കാണിക്കും. ഇത് ഇപ്പോൾ നമ്മൾ ഷോറൂമിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ പുതുപുത്ത വാഹനം എങ്ങനെയാണോ ആ ഷേപ്പിൽ തന്നെ കിടക്കുന്നത്. ഇതിൻ്റെ എൻജിൻ റൂമൊക്കെ ഒന്ന് കാണിക്കട്ടോ. അത് പിന്നെ സഫാരി കാർസിൻ്റെയും കൂടെ പ്രത്യേകതയാണ്. ഇവിടെ വരുന്ന വാഹനങ്ങൾ നമ്മൾ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും അല്ലേ. എൻജിൻ റൂം ഒന്ന് നമുക്ക് കാണിക്കാം. അതേപോലെ ഇതിൻ്റെ ബോഡി ക്വാളിറ്റി നിങ്ങൾ കണ്ടോളൂ കേട്ടോ. പെയിൻറ്റ് ക്വാളിറ്റി ഒക്കെ അടിപൊളിയാണ്. എങ്ങനെയാണോ ഒരു പുത്തൻ വാഹനമല്ലേ അതേ ഫീൽ തന്നെ കിടക്കുന്ന ഒരു Audi A6 ആണ്. എന്താണ് നിങ്ങൾ ഒരു പൊടി പോലും ഉണ്ടാവില്ല അല്ലേ, നമ്മളിവിടുത്തെ ആൾക്കാരുടെ പ്രത്യേകതയാണ്. അപ്പോൾ അടിപൊളി ഒരു TDI എഞ്ചിനാണ്, നല്ല മൈലേജ് കിട്ടണേ, നല്ല ഡ്രൈവിംഗ് കംഫർട്ട് കിട്ടണേ Audi A6 മെട്രിക്സ്. ഈ മെട്രിക്സ് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ഹെഡ്ലൈറ്റിന് പറയുന്ന പേരാണ് മെട്രിക്സ്. അതായത് മെട്രിക്സ് ടെക്നോളജിയിൽ വരുന്ന ഹെഡ് ലാമ്പുകളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഓപ്പോസിറ്റിൽ നിന്ന് നമ്മൾ വണ്ടി വരുമ്പോൾ അത് സെൻസ് ചെയ്തിട്ട് ആവശ്യമുള്ള സമയത്ത് അത് ഡിം ആവുകയും ഓട്ടോമാറ്റിക് ആയിട്ട് ഓൺ ആവുകയും ചെയ്യും. അപ്പം എതിരെ വരുന്ന ആളുകൾക്ക് അതിനുള്ള ബുദ്ധിമുട്ടില്ലാതെ ഉള്ള ഒരു ടെക്നോളജി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് Audi A6 മെട്രിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വേറൊരു ഫീച്ചർ ഉണ്ട്, നമുക്ക് ബൂട്ട് ഓഫ്. അതൊക്കെ ഇപ്പോൾ ചെറിയ കാറിലൊക്കെ വന്നു തുടങ്ങി, നമ്മൾ എടുത്ത് കാണിക്കേണ്ട കാര്യമല്ല, എന്നാലും നമുക്ക് പറയാം. പക്ഷെ 5 സീരീസിലില്ല, ഈ ക്ലാസ്സിലില്ല. അപ്പോൾ ഓടിയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് കാണിക്കാം. ജസ്റ്റ് നമ്മൾ കാലുകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ ബൂട്ട് ഓപ്പൺ ആവും. ഇതുണ്ടോ, അത്യാവശ്യം വലിയൊരു വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്പെയർ വീല് കാര്യങ്ങളൊക്കെ പുതുപുത്തം ഇറക്കിയിട്ടില്ല തോന്നുന്നുണ്ട്. പക്ഷെ ഇത് ഇറക്കിയിട്ടും കാര്യമില്ല, ഇത് ബൈക്കിൻ്റെ സൈക്കിളിൻ്റെ ടയറാണെന്ന് ഫീലാവും. ഇതൊന്ന് ശരിക്കും കാണിക്കണത്. ഇതുണ്ടോ, 145/60 620 സൈസിലെ സ്പെയർ വീലാണ് വരിക. ഇത് ശരിക്കും നമുക്ക് ടയർ പഞ്ചറായി കഴിഞ്ഞാൽ ഇത് ഇട്ട് ബോർഡ് കണ്ടാണ്ടല്ലോ, ഭയങ്കര കോമഡിയാണ്. താൽക്കാലികമായിട്ടുള്ള ഒരു വേണ്ടി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ തന്നെ നമ്മൾ പുതിയ ടയർ മേടിച്ചിട്ടോളണം, അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അധീനം പിടിക്കുക എന്ന് പറയും. നമുക്ക് തൽക്കാലം നമുക്ക് സേഫ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പെയർ വീലാണ് കൊടുത്തിട്ടുള്ളത്.
ഒന്നും പറയില്ല. പിന്നെ അത്യാവശ്യം ടയർ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു 60-65% ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓഡി A6 വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് 29 ലക്ഷം രൂപയ്ക്ക് ഒരു കിടിലം മുതലാട്ടോ. അതായത് അത്യാവശ്യം മോഡലുണ്ട്, കിലോമീറ്റർ കമ്മിയാണ്, കേരള രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ളൊരു വാഹനമാണ്. ഏകദേശം 60 ലക്ഷം രൂപയോളം വില വരുന്ന ഈ ഒരു വാഹനം അത്രത്തോളം ഡിപ്രിസിയേഷനിലാണ് ഈ വണ്ടി കിട്ടുന്നത്. ഇനി വേറെ ഒന്നുണ്ട്, ഓഡി A6 ഇന്ന് മാർക്കറ്റിൽ 6 ലക്ഷം രൂപ മുതൽ അവൈലബിൾ ആണ്. അതായത് 2010, 11, 12, 13 ഈ വാഹനം ഉണ്ട്. ഇപ്പോൾ 13, 14 വാഹനമൊക്കെ നമ്മൾ തന്നെ 10 ലക്ഷത്തിനും 11നും 12നും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി A6 ഇത്ര ബഡ്ജറ്റിൽ വേണ്ടെന്നുള്ള ആളുകൾക്ക് ഒരു 10 ലക്ഷം മുതൽ 15 ലക്ഷം രൂപക്കൊക്കെ. അതിൽ വേറൊരു കാര്യമുണ്ട്, മെട്രിക്സ് വളരെ കുറവാണ്. മെട്രിക്സ് 16 ശേഷം വരുന്നത്. ഈ മോഡൽ കിട്ടൂല. ഇതിന്റെ മുന്നത്തെ ഷേപ്പ് ഏകദേശം ഈ ഷേപ്പ് തന്നെയാണ്. ഒരു 10-15 ലക്ഷം രൂപേൻ്റെ അകത്തായിട്ട് നിങ്ങൾക്ക് A6 വാങ്ങിക്കാൻ പറ്റും. പക്ഷെ അതിനെന്താവും, ഇത്ര വിലയിൽ നിങ്ങൾ വണ്ടി വാങ്ങുമ്പോഴും ഇതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം വാങ്ങാൻ. ഇനി വില കുറച്ച് വാങ്ങിയാലും മോഡൽ കൂടിയ വാങ്ങിയാലും എപ്പോഴാണെങ്കിലും അതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് മനസ്സിലാക്കണം. ഈ ജാഗോറിലോട്ട് വരുമ്പോൾ ഇതിന്റെ ഇന്റീരിയർ നിർമ്മാണങ്ങളൊന്ന് കാണിക്കട്ടോ. അതായത് ഇത് നിങ്ങളൊന്ന് കാണേണ്ടതാണ്. ഒരു മാസം വാഹനം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ പറ്റും. ഒരു ഭീകര ലുക്കാണ് ഇത് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണോ, ഇതിന്റെ കിലോമീറ്റർ 27,432 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഇത്ര ലോ റൺ കിലോമീറ്റർ ജാഗോർ X വളരെ റയറാ. ഇത് നമുക്കൊന്ന് ഓണാക്കിയിട്ട് കാണിക്കതാണ്ടോ. ഇപ്പൊ മീറ്റർ ഓണായി. എല്ലാം ഓണാക്കുമ്പോൾ പാട്ടിലാണ് നമ്മൾ സ്വാഗതം ചെയ്യുന്നത്. അതെ, ഇതും മ്യൂസിക് സിസ്റ്റം അടിപൊളിയാണ്. ഇതിനും നിങ്ങൾക്ക് നെഗറ്റീവ് പറയാനുണ്ടാവുക മെയിൻ്റെനൻസ് മാത്രമാണ്. പക്ഷേ നിങ്ങൾ എന്ത് നെഗറ്റീവ് ഇതിന് മെയിൻ്റെനൻസ് പറഞ്ഞാലും മറ്റു ബ്രാൻഡിനെ പോലെ തന്നെ ഉള്ളൂ ഇതിന് മെയിൻ്റെനൻസ് കോസ്റ്റ് വരുള്ളൂ. അതിനും നോർമൽ സർവീസ് 25,000 തന്നെയാണെങ്കിൽ ഇതിനും നോർമൽ സർവീസ് 25,000 തന്നെയാണ്. പിന്നെ കംപ്ലൈൻറ്റ് കൂടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ സ്പെയർ കിട്ടുക അവൈലബിലിറ്റിക്ക് കമ്മി, പിന്നെ റീസെയിൽ മാർക്കറ്റിൽ കുറച്ച് കമ്മിയുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പ്രൈസ് ലെസ് ആയതുകൊണ്ടാണ് സാർ. അതെ, സെയിൽസ് ലെസ് ആണ്, അതുകൊണ്ടാണ് ആ ഒരു റീസെയിൽ ഇത് വരുന്നത്. വെഹിക്കിൾ ആസച്ച് ഇതിന് യാതൊരു പ്രോബ്ലവും ഇല്ല. അതാണ്. അപ്പൊ ഈ വണ്ടിനെ അറിഞ്ഞ് മനസ്സിലാക്കി എടുക്കുന്നവർക്കാണെങ്കിൽ ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ക്വീൻ വരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്രാൻഡാണത് ജാഗ്വാർ ലാൻഡ് റോവർ. വേറെ പ്രത്യേകത ഉണ്ട്, ഇനി എടുക്കുന്ന ആളുകൾക്ക് ഏകദേശം 50 ലക്ഷം രൂപയോളം വില വന്നിരുന്ന വാഹനമാണ്. നല്ലൊരു ഡിപ്രിസിയേഷൻ നമ്മൾ കൊടുക്കുന്നത്. നേരെ പകുതി വിലക്ക് ഏകദേശം 25,70,000 രൂപക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ഇനി എടുക്കുന്ന ആളുകൾക്ക് വലിയൊരു ഡിപ്രിസിയേഷൻ വരാനുള്ള സാധ്യത കമ്മിയാണ്. എന്നാലും ഡിപ്രിസിയേഷനൊക്കെ കാണണം അല്ലേ. ഇപ്പൊ നിലവിൽ ഇത് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ ചെറിയ കിലോമീറ്റർ ഓടിയ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള വാഹനമാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 10 ലക്ഷം രൂപ മുതലൊക്കെ ജാഗോറുകൾ വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഇത് മോഡൽ കൂടിയതാണ്, കിലോമീറ്റർ കമ്മിയാണ്, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ്. പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേറെ പ്രത്യേകത കാണിച്ചു തരാം അല്ലേ. ഇതിൻ്റെ സ്റ്റാർട്ട് എൻജിൻ സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരാൾ ഇവിടുന്ന് വരും. ഇതാണ്ടോ ഇതിൻ്റെ ഗിയർ നോബ് വന്ന വരവ്, ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് റീൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഗിയർ നോബ് വന്നാലേ ഇത് ജസ്റ്റ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അതേപോലെ സ്പോർട്ട് മോഡ്ക്ക് മാറണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് മാറ്റണം. ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ സിസ്റ്റംസ് വന്നിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അല്ലേ. ഇവനാൾ ജാഗോർ കാട്ടുപൂച്ച വർഗത്തിൽപ്പെട്ടൊരു മുതലാണ്. ഇതിനെ സൂചിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു, വേഗത, ശക്തി, എലഗൻസ്, ലക്ഷറി, ഇതിനൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിന് ഈ ലോഗോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങേണ്ടവരും എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ അല്ലേ. ഈ ഒരു പ്രൈസിൽ എന്തുകൊണ്ടും കിലോമീറ്റേഴ്സ് കുറഞ്ഞ വണ്ടി എന്തായാലും മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ മറ്റു ചെറിയ വണ്ടികൾ വാങ്ങുന്ന പ്രൈസിലാണ് ഇത്തരം പ്രീമിയം കാറ്റഗറി വാഹനങ്ങൾ കിട്ടുന്നത്. ഇതൊക്കെ ഞാൻ ഇപ്പൊ പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, ഇതിന്റെ പകുതി വിലക്കും ജാഗോർ കിട്ടാണ്ട്, പകുതി വിലക്കും ഓഡി A6 കിട്ടാണ്ട്. നിങ്ങൾ വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു 3-4 വർഷം അല്ലെങ്കിൽ 5 വർഷം നിൽക്കാതെ ഉപയോഗിക്കണം, നല്ല പ്രീമിയം കാറ്റഗറിയിൽ ഉപയോഗിക്കേണ്ട ഒരാളുകൾക്ക് ബെറ്ററാണ്. അപാര ലുക്കിലും നല്ല വൃത്തിയിലുള്ള വണ്ടി കേട്ടോ. ആ A6ന്റെ അത്ര പിന്നെ ബാക്ക് സ്പേസ്, പുറകിലിരുന്ന് യാത്ര ചെയ്യേണ്ട ആളുകൾക്ക് ലേശം കംഫർട്ട് കമ്മി ഉണ്ടാവും. കംഫർട്ട് കമ്മി എന്നല്ല, പക്ഷേ A6ൽ ഒന്നും പാടെ കംഫർട്ട് കൂടും, ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ കൂടും. ഇവിടെ ലേശം സ്പേസ് കമ്മിയുണ്ട്. ശരിക്കും ഇത് A6നായിട്ട് കമ്പയർ ചെയ്യേണ്ട വണ്ടി അല്ല കേട്ടത്. ഇത് നമ്മുടെ C-Class, BMW 3 സീരീസിനായിട്ടൊക്കെ കമ്പയർ ചെയ്യേണ്ട വണ്ടിയാണ്. കുറവ്. ഇതിന് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ സ്പെയർ വീലും അതേപോലെ തന്നെ ചെറിയ വീൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 2 വാഹനങ്ങൾ പരിചയപ്പെടുത്തിയതാണ്. പിന്നെ ഇവൻ്റെ മൈലേജ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 12-13 കിലോമീറ്റർ ഡീസലിന് മൈലേജ് പ്രതീക്ഷിച്ചുള്ളൂ. ഇത് ഡീസൽ എഞ്ചിൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനങ്ങളെ പറ്റി പരിചയപ്പെടുത്താനുള്ളത്. ഇതിൻ്റെ എഞ്ചിൻ റൂം ഒന്ന് കാണിക്കാം. ഇതിൻ്റെ എഞ്ചിൻ റൂം ഉണ്ടോ, അതേപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ്
ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതും ജാഗോറിൻ്റെ ബാഡ്ജിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ള ആളുകളൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി. ചെറിയൊരു റിവ്യൂ പെട്ടെന്ന് അല്ലേ, വലിയ പ്ലാനൊന്നും ഇല്ലാതെ ഞങ്ങൾ ഷൂട്ട് ചെയ്തതാണ്. അതെ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.